ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് നാളെയല്ലേ കണ്ടിട്ടല്ലേ. കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. നമ്മൾ റൂം ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് വീഡിയോയിലൊന്നും വരാത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. നമ്മളിപ്പോൾ പോകുന്നത് അബുദാബിയിലുള്ള ലിവ എന്ന സ്ഥലത്തല്ല കേട്ടോ. ലിവ ഫെസ്റ്റിവൽ കാണാൻ പോകണം. അപ്പോൾ അങ്ങോട്ടുള്ള റൂട്ടിൽ ഒരുപാട് നല്ല അടിപൊളി നല്ല രസമുള്ള വണ്ടികളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഞങ്ങൾ അല്ലയിൽ നിന്ന് ഒരു 3.5 മണിക്കൂറോളം അത്ര ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ലിവ എന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് പോകുന്ന റൂട്ടുകളൊക്കെ അടിപൊളി നല്ല രസമാണ് കാണാൻ. നല്ല അധികം ഡെസേർട്ടും ഇതേപോലെ ഡെസേർട്ടിലാണ് അധികം കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ പച്ചപ്പായിട്ടുള്ള ഇങ്ങനെ അങ്ങനെയും കാണാം. നല്ല രസമുണ്ടായിരുന്നു പോണ ആ റൂട്ട് കാണാൻ. ഓരോ വർഷം ലിവ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അറിഞ്ഞത് ഈ ഒരു വർഷമായപ്പോഴാണ് ഇങ്ങനൊരു ഫെസ്റ്റിവൽ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങനെ ആ ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടോ. നീലക്കിന് ഓൾറെഡി ലീവാണ്. മറ്റേ ക്രിസ്മസിൻ്റെ ഒരു കുറച്ച് വെക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ച് ലീവൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാനാക്കി ഞങ്ങളൊരു ദിവസം അതിനായിട്ട് കണ്ടെത്തി അങ്ങനെ ഇറങ്ങിയിട്ടോ. ഇതെന്താ വെച്ചാൽ വണ്ടിപ്രാന്തന്മാർ ആ ഒരു ലോകമാണ് ഇങ്ങോട്ട് പോയാൽ. വണ്ടിയിട്ട് ഒരുപാട് റേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ അതാ പോണ വഴിയിൽ 2 ആൾക്കാരെ കണ്ടു. ഇവരൊക്കെ ഡെസേർട്ടിൽ റേസിങ് വരുന്നവരാട്ടോ. ഒരു ഉള്ളോട്ടുകൾ അബുദാബിയിൽ ഒരു ഉള്ളോട്ടുകളുള്ള ഒരു ഏരിയയാണ് ഈ ലിവ എന്നുള്ള സ്ഥലം. പോണ വഴിയിൽ ഇതേപോലെ 2 സൈഡിലും ഇതേപോലെ ഡെസേർട്ടാട്ടോ. അപ്പോൾ ചിലരൊക്കെ അവിടെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ ലിവക്കാണ് ഞങ്ങൾ പോയത്. അപ്പം ആ സമയമൊക്കെ ഒരു 3-3:30 ഒരു ടൈമാണ്. ഞങ്ങൾ കറക്റ്റ് ഒരു 4:30 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. അതൊക്കെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്തു നിന്ന് ലിവ ഫെസ്റ്റിവൽ കാണാൻ വരുന്നവരുണ്ടായിരുന്നു. ഇത് ലിവ ഫെസ്റ്റിവൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പലതും പല സ്ഥലത്താണ് കേട്ടോ. ഒരു 4 കാറ്റഗറി ആയിട്ടാണ് അവരുള്ളത്. റൈഡും പിന്നെ അതുപോലെ ഒരുപാട് സ്റ്റോൾ ഒരു സ്ഥലത്ത്, പിന്നെ ഈ റൈസിങ് നടക്കുന്ന സ്ഥലം വേറെ, അങ്ങനെ ആയിട്ടാണ് ഇവർ സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലമാണ് ലിവ വില്ലേജ്. അപ്പോൾ അതിലേക്ക് കയറിയപ്പോഴുതാ കുറച്ച് പെറ്റ്സും കുറച്ച് പെറ്റ്സും കുറച്ച് ഒരു ബേർഡ്സ് 2-4 ആനിമൽസ് കുറച്ച് അത്രേ ഉള്ളൂ. അങ്ങനെ പെറ്റ്സ് അങ്ങനെ മക്കൾക്കൊക്കെ രസമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫ്രീ എൻട്രി ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് ഇതേപോലെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലത്തുള്ളത്. പിന്നെ അടുത്തതൊക്കെ റൈസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ വേറെ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത് കഴിഞ്ഞ ശേഷം വണ്ടി എടുത്തിട്ട് പിന്നെ ആ സ്ഥലത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ വീക്കെൻഡിൽ പോയത്. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ശരിക്കും ഇത് വീക്ക് ഡേയ്സിലാണ് പോകേണ്ടത് കേട്ടോ. ലിവ ഫെസ്റ്റിവൽ ജാനുവരി 4 വരെ ഉണ്ട്. ലിവ ഫെസ്റ്റിവലിൻ്റെ എൻട്രി ഫീ 25 ദിറംസ് ആണ്. പക്ഷെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ 20 ദിറംസ് മതി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക ഒരു പാനിപ്പൂരി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പാനിപ്പൂരിയും അതുപോലെ തന്നെ സമൂസൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുഞ്ഞു വാൻ അവിടെ ഉണ്ട് കാണാൻ നമുക്ക്. ഹലത കട്ട വെയിറ്റിംഗ് ആണ് പാനിപ്പൂരിക്ക്. പക്ഷെ ആൾക്ക് എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പാനിപ്പൂരി ഇതും എൻ്റെ പാനിപ്പൂരിയിൽ ഒഴിക്കാനുള്ള ആ പുളിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ കുഞ്ഞ് ബോട്ടിലാക്കി തരുന്നതാണ് കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല പൈസ പിന്നെ ലിവ ഫെസ്റ്റിവലിൽ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണിത്. ഇതിൻ്റെ പേര് മൊറിബ്യൂൺസ് എന്നാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡെസേർട്ട് മുകളിൽ കയറിയിട്ട് 4 വീലറിൽ തന്നെ കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങുക, വീണ്ടും കയറുക, അങ്ങനെയുള്ള ഈ വണ്ടിപ്രാന്തന്മാരുടെ ഒരു ലോകം തന്നെ നമുക്കിവിടെ കാണാം.
ഇതാ ഒരു സൈഡിൽ ഡ്രിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇത് വേറെ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റേസിംഗ് ഉള്ള സ്ഥലത്തു നിന്ന് വണ്ടിയിട്ട് വന്നിട്ട് പാർക്കിംഗ് ചെയ്തിട്ട് പിന്നെ ഇത് കാണാൻ പോകണം. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു 8 മണി ആയപ്പോൾ ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടാതെ തന്നെ നമുക്കിവിടെ ക്യാമ്പിങ് ചെയ്യട്ടോ. അതിനായിട്ട് ഇവർ ടെൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 150 കൊടുത്താൽ ഇവർ ടെൻറ്റൊക്കെ തരും. അടിപൊളി ടെൻറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ക്യാമ്പിങ്ങിൽ നിന്നുണ്ടായില്ലായിരുന്നു. ഈ ഫയർ വർക്ക്സ് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കണ്ട. ജാനുവരി 4th വരെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് കാണും കേട്ടോ. അടിപൊളിയാണ് ഈ സംഭവങ്ങൾ. ഞാൻ ഈ പ്രാവശ്യമാണ് അറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ലീവ ഫെസ്റ്റിവലിൽ പോയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെക്കും ബൈ.